ഹലോ ഓൾ, ഇന്ന് നമ്മുടെ സിലബസിലുള്ള അടുത്ത ടോപ്പിക്കായിട്ടുള്ള ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ പാരസൈറ്റിക് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സെല്ലുലാർ, ടിഷ്യൂ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് സീലോം, എന്താണ് സിമെട്രി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഫസ്റ്റ് ടോപ്പിക്കാണ് ഏത്, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ജീവികളിലെ ഘടനാ തലങ്ങൾ. നമുക്കറിയാം ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ഈ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ എല്ലാവരുടെയും കോശങ്ങളുടെ രൂപീകരണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്രമം എന്ന് പറയുന്നത് ഒരുപോലെ അല്ല. ഓക്കെ, അപ്പം കോശക തലത്തിലുള്ള അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിലുള്ള ഓർഗാനിസംസ് ഉണ്ട്, ടിഷ്യൂ ലെവലിലുള്ള ഓർഗാനിസംസ് ഉണ്ട്, ഓർഗൻ ലെവൽ ഓഫ് ആ ഒരു ലെവലിലുള്ള ഓർഗാനിസംസ് ഉണ്ട്, ദെൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസംസും ഉണ്ട്. ഫസ്റ്റ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിന് ഉദാഹരണമാണ് ഫൈലം, പോരിഫെറയിൽ വരുന്നവർ. ഓക്കെ, സ്പോഞ്ചസ് ഒക്കെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ കോശക തലത്തിലുള്ള ഓർഗനൈസേഷനാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അതായത് സ്പോഞ്ചുകളൊക്കെ സംയോജിതമല്ലാത്ത കോശ സമൂഹങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സെൽസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല, ഓരോ സെൽസും ഓരോ രീതിയിലാണ് എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും അവരുടെ ഇടയിൽ ഓരോ ഫങ്ഷൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിവിഷൻ ഓഫ് ലേബറും കാണിക്കുന്നുണ്ട്, ഒരു ഡിവിഷൻ ഓഫ് ലേബറും അവരുടെ ഇടയിലുണ്ട്. അപ്പം ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, കോശക തലത്തിലുള്ള ആ ഒരു ഓർഗനൈസേഷൻ കാണിക്കുന്ന ജീവികൾ ഏതാണ്? ഫൈലം, പോറിഫെറയിൽ വരുന്നവരാണ് അല്ലെങ്കിൽ സ്പോഞ്ചസ് ആണ്? അതാണ് അവിടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഏതാണെന്നറിയോ? അടുത്തത് വരുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കലാതലത്തിലുള്ള ജീവികളാണ്. കലാതലത്തിലുള്ള ജീവികൾ, അതായത് ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടും വേറെ വേറെ കോശ വിഭാഗങ്ങളുണ്ട്. ഓക്കെ, ഓരോ കോശ വിഭാഗങ്ങളുണ്ട് ഓരോ ധർമ്മവും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കലാതലം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഒരു കോശ സമൂഹത്തിന് നമ്മൾ എന്ത് പറയും? കല എന്ന് പറയും. അപ്പം ഓരോ ധർമ്മം നിർവഹിക്കുന്നതിനും ഓരോ കോശ സമൂഹമായതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെവലിനെ നമ്മൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കലാതലത്തിലുള്ള ജീവികളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാം? സിലിണ്ടറേറ്റ അല്ലേ, ഫൈലം സിലിണ്ടറേറ്റ ഇതിന് എക്സാമ്പിളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവയവ തലത്തിലെത്തിയ ജീവികൾ. അതായത് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസും അതിന് മുകളിലുള്ളവരും. ഓക്കെ, ഫൈലം പ്ലാറ്റി ഹെൽമിന്തസും അതിന് ശേഷം വരുന്ന ഫൈലംസും എല്ലാം ഈ ഒരു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരാണ്. ഓക്കെ, അതായത് ടിഷ്യൂ ലെവലിനെക്കാട്ടിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഓർഗൻ ലെവൽ ഓഫ്, കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ളതാണ് ഈ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഇവിടെ കലകളൊക്കെ ഒന്നിച്ചു ചേർന്ന് അവയവങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ്? കലകളൊക്കെ ഒന്നിച്ചു ചേർന്നിട്ട് അവയവങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്തരം ജീവികളെയാണ് നമ്മൾ അവയവ തലത്തിലെത്തിയിട്ടുള്ള ജീവികൾ എന്ന് പറയുന്നത്. ഏതൊക്കെ വരും? അനലിഡ, നമ്മുടെ പരന്ന വിരകൾ, പ്ലാറ്റി ഹെൽമിന്തസിന് ശേഷം വരുന്നവരൊക്കെ നമുക്ക് ഓർഗൻ ലെവലാണ് എന്ന് പറയാൻ പറ്റും. പിന്നെ അടുത്ത കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഈ ഓർഗൻസ്, അവയവങ്ങളൊക്കെ ഒന്നിച്ച് ചേർന്നിട്ട് അവയവ വ്യവസ്ഥകളായിട്ട് മാറിയിട്ടുള്ള ജീവികളാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ കാണിക്കുന്നത്. ഓക്കെ, അതായത് ഹ്യൂമൻസ് ഒക്കെ അതിലാണ് വരുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലിഡ, ആർത്രോപോഡ, ഇക്കിനോഡെർമേറ്റ, കോഡേറ്റ എന്നീ ഫൈലങ്ങളൊക്കെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും കാണിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ സിലബസിലില്ല എന്നാൽ കൂടെ കംപ്ലീറ്റ് ഡൈജഷൻ. ഓക്കെ, കംപ്ലീറ്റ് ദഹന വ്യവസ്ഥ എന്ന് പറയും. ദഹനേന്ദ്രിയ വ്യവസ്ഥ, പൂർണ്ണ ദഹനേന്ദ്രിയ വ്യവസ്ഥയും അതുപോലെ തന്നെ അപൂർണ ദഹനേന്ദ്രിയ വ്യവസ്ഥയും. അതായത് ചില ജീവികളിൽ
അപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്ലാറ്റി ഹെൽമിന്തസ്, ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളാണ് പ്ലാറ്റി ഹെൽമിന്തസ്. അതായത് പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ആകെ ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് വായ അതുപോലെ മലദ്വാരം ഏനസ്, ഈ രണ്ട് ഫംഗ്ഷനും ആവുന്നതിന് വേണ്ടിയിട്ട് ഒരൊറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. ഓക്കെ, സോ ഇത്തരത്തിലുള്ളൊരു ദഹനേന്ദ്രിയ വ്യവസ്ഥയാണെങ്കിൽ നമുക്കതിനെ അപൂർണമായിട്ടുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അപൂർണമായിട്ടുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥ കാണിക്കുന്ന ഫൈലം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് എക്സാമ്പിൾ പറയാം? പ്ലാറ്റി ഹെൽമിന്തസ് ആണെന്ന് പറയാം. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പം അപൂർണമായ ദഹനേന്ദ്രിയ വ്യവസ്ഥ കാണിക്കുന്ന ഫൈലം ഏതാണ്? പ്ലാറ്റി ഹെൽമിന്തസ്. പക്ഷേ ബാക്കിയുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഈ 2 ദ്വാരങ്ങൾ കാണാൻ പറ്റും. ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് 2 ദ്വാരങ്ങൾ കാണാനായിട്ട് പറ്റും. അതായത് വായ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നതും മലദ്വാരത്തിൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നതുമായിട്ടുള്ള 2 ദ്വാരങ്ങൾ കാണാനായിട്ട് പറ്റും. ഇത്തരത്തിൽ 2 ഓപ്പണിങ്സ് ഉള്ള 2 ദ്വാരങ്ങളുള്ള വിഭാഗത്തിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? പൂർണ്ണ ദഹനേന്ദ്രിയ വ്യവസ്ഥ കാണിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പം ഏതൊക്കെ വരും? അനലിഡ തൊട്ട് അങ്ങോട്ട് മുകളിലേക്കുള്ള ഫൈലംസൊക്കെ ഏതിൽ വരുന്നുണ്ട്? ഈ ഒരു പൂർണ്ണ ദഹനേന്ദ്രിയ വ്യവസ്ഥ കാണിക്കുന്നവരിൽ വരുന്നുണ്ട്. ഇനി ജസ്റ്റ് ഈ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണെ. അടുത്തത് പറയുന്നതാണ് രക്തപര്യന വ്യവസ്ഥ, സർക്കുലേഷൻ. അത് 2 ടൈപ്പ് ഉണ്ട്. തുറന്ന രക്തപര്യന വ്യവസ്ഥ കാണിക്കുന്നവരും ഉണ്ട്, അതുപോലെ തന്നെ അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ കാണിക്കുന്നവരുമുണ്ട്. തുറന്ന രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഇവിടെ ആർട്ടറീസോ ധമനികളോ സിരകളോ ലോമികകളോ അങ്ങനെയൊന്നും ഇല്ല. അതായത് ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ശരീര അറകളിലാണെന്ന് അറിയുന്നത്. ഓക്കെ, അല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ പറയുന്നത്, രക്തക്കുഴലുകളിലൂടെ ഒന്നും രക്തം പമ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് ശരീര അറകളിൽ നിറയുന്നു. ആൻഡ് കോശങ്ങളൊക്കെ ഈ ബ്ലഡിൻ്റെ ഈ ആ ഒരു രക്തത്തിൽ അങ്ങനെ മുങ്ങിക്കിടക്കുകയായിരിക്കും. അതാണ് തുറന്ന രക്തപര്യന വ്യവസ്ഥ. ഇനി അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും? ധമനികൾ, സിരകൾ, ലോമികകൾ, ഇങ്ങനെ കൃത്യമായിട്ടുള്ള രക്തക്കുഴലുകൾ ഉണ്ടായിരിക്കും. രക്തക്കുഴലുകളിലൂടെ മാത്രമേ കടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം അതാണ് അടഞ്ഞ. അടുത്തത് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് സിമെട്രി അല്ലെങ്കിൽ സമമിതി എന്നുള്ളത്. ജന്തുക്കളെ നമുക്ക് ഈ സമമിതിയുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് എസിമെട്രി അല്ലെങ്കിൽ അസമമിതി, അടുത്തത് റേഡിയൽ സിമെട്രി അല്ലെങ്കിൽ വ്യാസാർദ്ധ സമമിതി, അടുത്തത് ദ്വിപാർശ്വ സമമിതി അല്ലെങ്കിൽ ബൈലാറ്ററൽ സിമെട്രി. ഇത് എന്താ നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് വരാനുള്ള സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം അസമമിതി ആണെങ്കിൽ അത് കാണിക്കുന്ന ഫൈലം ഏതാണ്? ഓക്കെ, ഇനിയിപ്പം റേഡിയൽ സിമെട്രി ആണെങ്കിൽ റേഡിയൽ സിമെട്രി കാണിക്കുന്ന ഫൈലം ഏതാണ്? അപ്പം ഇങ്ങനെ ഉദാഹരണങ്ങളാണ് ഇവിടെ നിങ്ങൾ കൂടുതൽ ഒരു സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് നോക്കാം ആദ്യം അസമമിതി. അതായത് നമുക്ക് എക്സാമ്പിൾ എടുക്കാം ഫൈലം പോറിഫെറ അല്ലെങ്കിൽ സ്പോഞ്ചസ്. സ്പോഞ്ചസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു ഇറഗുലർലി ഷേപ്ഡ് ആണല്ലേ. അവർക്കൊരു പ്രത്യേകിച്ചൊരു കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇറഗുലർ ഷേപ്പാണ്. സോ അവരെ നമ്മൾ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടില്ല അല്ലേ. 2 ഈക്വൽ പോർഷൻസ് ആയിട്ട് നമുക്ക് അവരെ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും നമുക്ക് പറ്റില്ല. സോ ഇത്തരത്തിൽ ശരീരത്തിനെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഓർഗാനിസംസ്, ഓക്കെ, അതിനെയാണ് നമ്മൾ അസമമിതി കാണിക്കുന്നവരെന്ന് പറയുന്നത്. അതായത് അവരുടെ ശരീരത്തിനെ ഒരിക്കലും ഒരു പ്ലെയിനിൽ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടില്ല. അതാണ് അസമമിതി. ഉദാഹരണം സ്പോഞ്ചസ് അല്ലെങ്കിൽ ഫൈലം പോറിഫെറ. ഇനി അടുത്തതാണ് നമ്മുടെ വ്യാസാർദ്ധ സമമിതി അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി. അതായത് വ്യാസാർദ്ധ സമമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ്, ഉണ്ടായിരിക്കും. അതിലൂടെ കടന്നു പോകുന്ന ഏതൊരു ലൈനിനും, ആ ഒരു ഓർഗാനിസത്തിനെ 2 തുല്യ ഭാഗങ്ങളായി, ആ ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സമമിതിനെയാണ് നമ്മൾ വ്യാസാർദ്ധ സമമിതി അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അതിന് എക്സാമ്പിളാണ് സിലിണ്ടറേറ്റ, ടീനഫോറ, ഇക്കിനോഡെർമേറ്റ. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ വ്യാസാർദ്ധ സമമിതി കാണിക്കുന്ന ഫൈലം ഏതാണ്? ഫൈലം സിലിണ്ടറേറ്റ, ടീനഫോറ, ഇക്കിനോഡെർമേറ്റ. ഇനി അടുത്ത സമമിതിയാണ് ദ്വിപാർശ്വ സമമിതി. ദ്വിപാർശ്വ സമമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം അതിൻ്റെ ശരീരത്തെ ഇടതും വലതുമായിട്ടുള്ള 2 സമഭാഗങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാൻ കഴിയുന്നു എങ്കിൽ
നമുക്കതിന് എന്ത് പറയാം? ദ്വിപാർശ്വ സമമിതി എന്ന് പറയാം. ഓക്കെ, അതായത് കറക്റ്റായിട്ട് രണ്ട് ഈക്വൽ ഹാഫ്സ്, ഒരു ലെഫ്റ്റ് സൈഡും ഒരു റൈറ്റ് സൈഡും ആയിട്ട് ഒരു ഓർഗാനിസത്തിനെ കട്ട് ചെയ്യാൻ പറ്റും. അത് ഒരൊറ്റ കട്ടിംഗ് ആണ്. വേറെ ഒറ്റ പ്ലെയിനിലൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റ പ്ലെയിനിലൂടെ മാത്രം ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ലെഫ്റ്റ് ആയിട്ടുള്ളൊരു സൈഡും റൈറ്റ് ആയിട്ടുള്ളൊരു സൈഡും രണ്ട് സമഭാഗങ്ങളായി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസംസ് ദ്വിപാർശ്വ സമമിതി കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് എക്സാമ്പിൾ ഏതാണ്? അനലിഡ, ആർത്രോപോഡ, അതൊക്കെയാണ് ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന വിഭാഗങ്ങൾ. ഓക്കെ, അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് സീലമാണ്. സീലം പറയുന്നതിന് മുന്നേ നമുക്ക് വേറൊരു ചെറിയൊരു ടോപ്പിക്കും കൂടി നോക്കാം. അതായത് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ദ്വിബ്ലാസ്റ്റിക, ത്രിബ്ലാസ്റ്റിക ഘടനാതലങ്ങൾ കാണിക്കുന്ന ഓർഗാനിസംസിനെ കുറിച്ചിട്ടാണ് ഒന്ന് നോക്കാനുള്ളത്. അതായത് ഇപ്പം ജന്തുക്കളിലെ ശരീരകോശങ്ങൾ 2 നില ഭ്രൂണപാളികളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ, ഈ 2 നില ഭ്രൂണപാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്ടോഡേമും ഒരു എൻഡോഡേമും, പുറത്തുള്ള എക്ടോഡേമും ഉള്ളിലുള്ള എൻഡോഡേമും, ഇത്തരത്തിലുള്ള 2 പാളികൾ മാത്രമാണുള്ളത്. ഇതിൽ നിന്നാണ് ശരീരകോശങ്ങൾ ഉണ്ടായത് എങ്കിൽ അതിന് നമ്മൾ ദ്വിപ്ലാസ്റ്റിക ജന്തുക്കൾ അല്ലെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് പറയുന്നു. ഇനി ശരീരകോശങ്ങൾ 3 നിര ഭ്രൂണപാളികളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് കരുതുക. 3 നിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ടോഡേം ഉണ്ടായിരിക്കും, എൻഡോഡേം ഉണ്ടായിരിക്കും, മീസോഡേം ഉണ്ടായിരിക്കും. എക്ടോഡേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഹ്യപാളി, എൻഡോഡേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരപാളി, മീസോഡേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മധ്യപാളി. ഇത്തരത്തിൽ 3 നിര ഭ്രൂണകോശങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ഭ്രൂണപാളികളിൽ നിന്നാണ് ശരീരകോശങ്ങൾ ഉണ്ടായത് എങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസംസിനെ നമ്മൾ ത്രിബ്ലാസ്റ്റിക ജന്തുക്കൾ, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് പറയുന്നു. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആ ഒരു ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്? പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ടിട്ട് കോർഡാറ്റ വരെ ഉള്ളവർ. ഓക്കെ, പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ കോർഡാറ്റ വരെ ഉള്ളവർ. ഇത്രയും ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ദ്വിബ്ലാസ്റ്റിക ഓർഗാനിസംസ് അവരുടെ ശരീരകോശങ്ങൾ ഉണ്ടായിരിക്കുന്നത് 2 നിര ഭ്രൂണപാളികളിൽ നിന്നാണ്. എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്, അവർക്ക് മീസോഡേം ഇല്ല. പക്ഷേ ഈ മീസോഡേമിന് പകരം ഒരു ജെല്ലി പോലെയുള്ള ഒരു മധ്യ ജെല്ലി ഉണ്ടായിരിക്കും. അതിന് നമ്മൾ മീസോഗ്ലിയ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിൽ പറയുന്നത്. ഇനി നമുക്ക് സീലം അല്ലേ, സീലം എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ ഒരു ശരീര അറ, ഓക്കെ, ഒരു ശരീര അറ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സീലം എന്ന് പറയുന്നത്. ഓക്കെ, എക്ടോഡേമിനും എൻഡോഡേമിനും ഉള്ളിൽ ശരീര അറ ഉണ്ടെങ്കിൽ ആ ഒരു ശരീര അറയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീലം എന്ന് പറയുന്നത്. സോ ഈ ഒരു സീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവികളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സീലോമിക ജീവികൾ, അടുത്തത് കപട സീലോമേറ്റുകൾ അല്ലെങ്കിൽ സ്യൂഡോ സീലോമേറ്റ്സ് എന്ന് കൂടി പറയുന്നുണ്ട്. അടുത്താണ് അസീലോമിക ജീവികൾ. നമുക്ക് പേരിന് തന്നെ കുറേയൊക്കെ മനസ്സിലാവും അല്ലേ? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സീലം എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ ഒരു കാവിറ്റി അല്ലെങ്കിൽ ഒരു ശരീര അറ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സീലം എന്ന് പറയുന്നത്. ഓക്കെ, സോ സീലം കാണപ്പെടുന്ന ജന്തുക്കൾ, അതായത് ഈ എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ ഈ ഒരു ശരീര അറ ഉണ്ടെങ്കിൽ, സീലം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ സീലോമിക ജീവികൾ എന്ന് പറയുന്നത്. സീലം കാണപ്പെടുന്ന ജന്തുക്കളെയാണ് നമ്മൾ സീലോമിക ജീവികൾ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാം നമുക്ക്? അനലിഡ, മൊളസ്ക, ആർത്രോപോഡ, ഇക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. ഓക്കെ, ഇതൊക്കെയാണ് അനലിഡ, മൊളസ്ക, ആർത്രോപോഡ, ഇക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. ഓക്കെ, എന്നാൽ ചില ജന്തുക്കളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീലോംസ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതായത്
ഈ ഒരു ശരീര അറ ഉണ്ടാവില്ല. എക്ടോഡെർമിനും എൻഡോഡെർമിനും ഇടയിൽ ആ ഒരു ശരീര അറ കാണാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ അസീലോമിക ജീവികൾ എന്ന് പറയുന്നത്, എസീലോമേറ്റ്സ്. അപ്പം എസീലോമേറ്റ്സിന് എക്സാമ്പിളാണ് നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ് കേട്ടോ. സോ അത് ആലോചിക്കുക, പ്ലാറ്റി ഹെൽമിന്തസ്. ഇനി അടുത്തൊരു വിഭാഗം ആളുകളാണ് കപട സീലോമേറ്റുകൾ അല്ലെങ്കിൽ സ്യൂഡോ സീലോമേറ്റ്സുകൾ. ഓക്കെ, അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജന്തുക്കളിൽ ഈ ശരീര അറ മധ്യകോശങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇവരുടെ ഉള്ളിൽ മധ്യപാളികളാൽ നിർമ്മിതമായിട്ടുള്ള ചെറിയ ചെറിയ സഞ്ചികൾ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. മധ്യപാളി കോശങ്ങളില്ല, പക്ഷേ അവരിൽ ചെറിയ ചെറിയ സഞ്ചികൾ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. മധ്യപാളികളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സഞ്ചികൾ ചിതറിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്തരം ശരീര അറകളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? കപട സീലം എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതിലുള്ള ജന്തുക്കളെ നമ്മൾ കപട സീലോമേറ്റുകൾ, ഓക്കെ, സ്യൂഡോ സീലോമേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. കപട സീലോമിക ജന്തുക്കൾക്ക് ഉദാഹരണം ഏതാണ്? എഷൽ മിന്തസ്. ഒരൊറ്റ വിഭാഗമേ വരുന്നുള്ളൂ, എഷൽ മിന്തസ്. പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് ആ ഒരു സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഫൈലം നോൺ കോഡേറ്റനെ കുറിച്ചിട്ട് പഠിക്കണം. അത് നമുക്ക് അടുത്ത പോർഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് എന്താണ് കണ്ടൻറ്റ്, അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസ്. വേറെ ഒന്നും നമുക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് സീലം അങ്ങനെയൊന്നും നമുക്ക് ചോദിക്കില്ല. പക്ഷേ അതിൻ്റെ എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കാം. ഓക്കെ, താങ്ക് യു.